ഇന്നത്തെ വീഡിയോയിൽ ഞാനിവിടെ വന്നിരിക്കുന്നത് പുതിയകാവ് മാവേലിക്കരയുള്ള ദീപം ലോ അക്കാഡമിയിലെ LLB എൻട്രൻസ് സ്റ്റുഡൻസിന് ആവശ്യമായിട്ടുള്ള കുറച്ച് ക്വസ്റ്റ്യൻസുമായിട്ടാണ് നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ ഡിസ്കസ് ചെയ്യുന്നത്. മന്നത്ത് പത്മനാഭനെ കുറിച്ചുള്ള കുറച്ച് ക്വസ്റ്റ്യൻസാണ്. മന്നത്ത് പത്മനാഭൻ എന്ന് പറയുമ്പോൾ ഭാരത കേസരി എന്നറിയപ്പെടുന്നത് ആരെയാണ്? ഭാരത കേസരി എന്നറിയപ്പെടുന്നു. ആൻസർ എന്താണ്? മന്നത്ത് പത്മനാഭനാണ്. ഭാരത കേസരി എന്നറിയപ്പെടുന്നു മന്നത്ത് പത്മനാഭൻ. അപ്പം മന്നത്ത് പത്മനാഭനെ ഭാരത കേസരി എന്ന് വിശേഷിപ്പിച്ചത് ആരാണ്? ഡോക്ടർ രാജേന്ദ്ര പ്രസാദാണ്. മന്നത്ത് പത്മനാഭൻ ഈസ് നോൺ ആസ് ഭാരത കേസരി. ഡോക്ടർ രാജേന്ദ്ര പ്രസാദ് കോൾഡ് മന്നത്ത് പത്മനാഭൻ ആസ് ഭാരത കേസരി. കേട്ടോ, മന്നത്ത് പത്മനാഭനെ ഭാരത കേസരി എന്ന് വിശേഷിപ്പിച്ചത് ആരാണ്? ഡോക്ടർ രാജേന്ദ്ര പ്രസാദാണ്. അതുപോലെ തന്നെ കേരളത്തിൻ്റെ മദൻ മോഹൻ മാളവ്യ എന്നറിയപ്പെടുന്ന ആരാണ്? മന്നത്ത് പത്മനാഭനാണ്. കേരള മദൻ മോഹൻ മാളവ്യ. ആൻസർ മന്നത്ത് പത്മനാഭൻ. അങ്ങനെ വിശേഷിപ്പിച്ചത് ആരാണ്? സർദാർ KM പണിക്കരാണ്. സർദാർ KM പണിക്കർ കോൾഡ് മന്നത്ത് പത്മനാഭൻ ആസ് മദൻ മോഹൻ മാളവ്യ ഓഫ് കേരള. കേരളത്തിൻ്റെ മദൻ മോഹൻ മാളവ്യ എന്ന് വിശേഷിപ്പിച്ചു. അതുപോലെ പറയുകയാണെങ്കിൽ NSSന്റെ സ്ഥാപകൻ മന്നത്ത് പത്മനാഭൻ. ഫൗണ്ടർ ഓഫ് നായർ സർവീസ് സൊസൈറ്റി. ആൻസർ മന്നത്ത് പത്മനാഭൻ. ഇതുപോലെ NSS സ്ഥാപിതമായ വർഷം എന്നാണ്? NSS വാസ് എസ്റ്റാബ്ലിഷ്ഡ് ഓൺ 1914 ഒക്ടോബർ 31. അതായത് 1914 ഒക്ടോബർ 31 NSS നായർ സർവീസ് സൊസൈറ്റി സ്ഥാപിതമായത്. അതുപോലെ പറയുകയാണെങ്കിൽ പഞ്ചകല്യാണി നിരൂപണം രചിച്ചത് ആരാണ്? പഞ്ചകല്യാണി നിരൂപണം രചിച്ചു. ആൻസർ മന്നത്ത് പത്മനാഭൻ. മന്നത്ത് പത്മനാഭനാണ് എന്ത് രചിച്ചത്?